ലോകത്തിന്റെ എണ്ണ വ്യാപാരം നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു വലിയ അന്താരാഷ്ട്ര സംഘർഷത്തിന് കാരണമായിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇസ്രായേലുമായി ചേർന്ന് അമേരിക്ക ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ തിരുത്തിക്കുറിക്കുന്ന പുതിയ പ്രഖ്യാപനങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂയോർക്കിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇറാനെ യുദ്ധത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ശേഷം അധികം വൈകാതെ തന്നെ ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ ഔദ്യോഗിക അധീനതയിലുള്ള ഒരു പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നതിനേക്കാൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഒരുപോലെ പിടിച്ചുകുലുക്കാൻ ശേഷിയുള്ള ഒരു നയതന്ത്ര ഭൂകമ്പമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വാക്കുകളെ വിലയിരുത്തുന്നത്. ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ യുദ്ധം ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ അവകാശവാദത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ ഹോർമൂസ് കടലിടുക്കിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനവും കടന്നുപോകുന്നത്. ഈ പാതയുടെ നിയന്ത്രണം ആരുടെ കൈകളിലാണോ അവരുടെ കൈകളിലായിരിക്കും ആഗോള വിപണിയുടെ താക്കോൽ എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. നിലവിൽ ഈ മേഖലയിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ പുതിയ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും 17% കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നുപോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വെറും 151 കപ്പലുകൾക്ക് മാത്രമാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞത്. പനാമ, ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പതാക വഹിക്കുന്ന ചരക്ക് കപ്പലുകളാണ് ഇതിൽ ഭൂരിഭാഗവും. അമേരിക്കൻ പതാക വഹിക്കുന്ന ഒരൊറ്റ കപ്പൽ പോലും ഈ ദിവസങ്ങളിൽ ഇതിലൂടെ കടന്നു പോയിട്ടില്ല എന്നത് സംഘർഷത്തിന്റെ വ്യാപ്തിയും അമേരിക്കൻ കപ്പലുകൾ നേരിടുന്ന ഭീഷണിയും വ്യക്തമാക്കുന്നു. സദേൺ ഒമാനി റൂട്ട് എന്ന താൽക്കാലിക ബദൽപാത ഉപയോഗിക്കുന്ന കപ്പലുകൾക്ക് നേരെയും നിരന്തരം മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫെബ്രുവരി മുതൽ ഇതുവരെ 56ഓളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് നിമിഷങ്ങൾക്കകം തന്നെ ഇറാൻ കടുത്ത ഭാഷയിൽ മറുപടി നൽകി. ഹോർമൂസ് കടലിടുക്ക് എക്കാലത്തും ഇറാന്റേതായിരുന്നുവെന്നും ഇപ്പോഴും ഇറാന്റേതാണെന്നും ഭാവിയിലും അത് ഇറാനിയൻ അധീനതയിൽ തന്നെ തുടരുമെന്നുമാണ് ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു എക്സ്പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലെ പ്രസംഗത്തിലൂടെയോ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ തന്ത്രപരമായ കടൽപാത എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്തർവാഹിനി കപ്പലുകൾ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഭീഷണികൾ മുഴക്കിയോ ഇറാനെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. തോൽവി സമ്മതിക്കാൻ വാഷിംഗ്ടൺ തയ്യാറാകുന്നതുവരെ കടലിടുക്കിലെ ഉപരോധം കർശനമായി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം. കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇസ്ലാമാബാദ് ധാരണ ഒരു വെടിനിർത്തലല്ലെന്നും അതൊരു ഘട്ടത്തിന്റെ അവസാനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത് അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാൻ ഇപ്പോൾ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കുമ്പോൾ അറേബ്യൻ കടലിൽ അമേരിക്കൻ നാവികസേനയും പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് 62 വാണിജ്യ കപ്പലുകളുടെ ദിശ തിരിച്ചുവിടുകയും ചില കപ്പലുകളുടെ പ്രവർത്തനം തടയുകയും മറ്റു ചിലതിൽ പരിശോധന നടത്തുകയും ചെയ്തുകൊണ്ട് ഇറാനിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഈ നാവിക ഉപരോധം അമേരിക്കൻ സൈനികർക്കിടയിൽ തന്നെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. 9 മാസമായി കടലിൽ തുടരുന്ന USS എബ്രഹാം ലിങ്കൻ എന്ന ഭീമൻ വിമാനവാഹിനി കപ്പലിലെ നാവികരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. കപ്പലിലെ മോശം ജീവിത സാഹചര്യങ്ങളും നിരന്തരമുള്ള യുദ്ധഭീതിയും കാരണം പല നാവികരും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഇതിനോടകം തന്നെ ചില നാവികർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും കഴിഞ്ഞ വസന്തകാലത്ത് രണ്ടാമതൊരു നാവികൻ കൂടി കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങളെ മുഖവിലേക്കെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടില്ല. നാവികരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ തള്ളിക്കളഞ്ഞ അദ്ദേഹം 9 മാസത്തെ സേവനം ഒട്ടും മതിയാകില്ലെന്നാണ് പ്രതികരിച്ചത്. വൈകാതെ തന്നെ മറ്റൊരു കപ്പൽ പകരമായി അവിടേക്ക് അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ വെറും സൈനിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആഗോള സാമ്പത്തിക വിപണികളിൽ ഇത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വം നിക്ഷേപകരെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. വാൾസ്ട്രീറ്റിലെ സൂചനകൾ ഇടിവിലേക്ക് നീങ്ങിയപ്പോൾ യൂറോപ്യൻ ഏഷ്യൻ വിപണികളും സമാനമായ തകർച്ച നേരിട്ടു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണായ റീറ്റെയിൽ വിൽപ്പനയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ അമേരിക്കൻ റീറ്റെയിൽ വിൽപ്പന 0.6% ഇടിഞ്ഞ് $763 ബില്യൺ
ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസ സൂചികയിലും 8% ഇടിവുണ്ടായി. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങൾ കാരണം ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയരുകയാണ്. എന്നാൽ ഇറാന്റെ ആണവായുധ മോഹങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇന്ധനവില വർധനവും നാണയപ്പെരുപ്പവും അമേരിക്കൻ ജനത സഹിക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. യുദ്ധകളത്തിലെ പോരാട്ടങ്ങൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ മാനസിക യുദ്ധം നടക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും പരിഹസിക്കാനും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് ജീവൻ ഭയന്ന് രഹസ്യമായി രാജ്യം വിട്ട സംഭവമാണ് ഇറാൻ പ്രധാനമായും ആയുധമാക്കുന്നത്. ട്രംപ് സഞ്ചരിക്കേണ്ടിയിരുന്ന വലിയ വിമാനത്തിന് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അദ്ദേഹം ഒരു കാറ്ററിംഗ് ട്രക്കിൽ ഒളിച്ചിരുന്ന് മറ്റൊരു രഹസ്യ വിമാനത്തിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിലെ ഇറാൻ എംബസി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. അമേരിക്കയുടെ അത്യാധുനിക ബോംബറുകളെക്കുറിച്ചും ഭീമൻ യുദ്ധക്കപ്പലുകളെക്കുറിച്ചും വലിയ വായിൽ സംസാരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാറ്ററിംഗ് ട്രക്കിൽ ഒളിച്ചോടിയത് അമേരിക്കൻ സൈന്യത്തിന്റെ ഭയത്തെയാണ് കാണിക്കുന്നതെന്ന് ഇറാൻ പരിഹസിച്ചു. ബങ്കറിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക ആരോപിച്ച തങ്ങളുടെ നേതാക്കൾ സ്വന്തം ഓഫീസിൽ വെച്ച് ധീരമായി രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഭക്ഷണ ട്രക്കിൽ ഒളിച്ചിരുന്ന് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത്. വൈകാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാകുമെന്നും അവർ പരിഹസിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം ഒരു കടലിടുക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, അത് ആഗോള മേധാവിത്വത്തിനും സാമ്പത്തിക ആധിപത്യത്തിനും വേണ്ടിയുള്ള വലിയൊരു ഭൗമ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ്. സൈനിക ശക്തിയും ഉപരോധങ്ങളും കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കണമെന്ന് അമേരിക്ക വിശ്വസിക്കുമ്പോൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും പ്രാദേശിക സ്വാധീനവും ഉപയോഗിച്ച് അമേരിക്കയെ പ്രതിരോധിക്കാമെന്ന് ഇറാൻ കരുതുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഒരു ആഗോള യുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഈ സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നും അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും വരും കാലങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ ഈ സങ്കീർണമായ രാഷ്ട്രീയ നാടകങ്ങളിലേക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.